ഹായ്. ഇന്ന് നേരത്തെ എന്നല്ലേ ബസ്? ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത്തിയുടെ ഫ്രണ്ട്സും അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ബസ്സിൽ നിന്ന് ഇങ്ങോട്ടാണ് നേരെ വന്നത്. സ്കൂളുണ്ടായിരുന്നു, അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ബാഗൊക്കെ ഉണ്ട്, ബാഗൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് കുറേ പരിപാടിയുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട്സാണ്, തീർത്ഥ ആൻഡ് ലക്ഷ്യ. ഇവർ നേരത്തെ വന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവർ വരുന്നതിൻ്റെ. അങ്ങനെ എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുവന്നു, റൂമൊക്കെ കാണിച്ചു കൊടുത്തു, എവിടെയാണ് ബാഗ് വെക്കേണ്ട സ്ഥലം എന്നൊക്കെ കാണിച്ചു കൊടുത്തു. ഇനി ടെറസിൻ്റെ മുകളിൽ കയറാനുള്ള പരിപാടിയാണ് തോന്നുന്നു. അപ്പോഴാണ് നമ്മുടെ മീര ചേച്ചിയുടെ അനിയനും കൂടി വന്നത്. അങ്ങനെ ഞങ്ങൾ അവരെയും കൂടി കൂട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു നല്ല രസമുണ്ടായിരുന്നു, ഒരു പ്രത്യേക വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ കയറി അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നിന്നു. ചെറിയ വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ കുറേ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. വെറുതെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും അങ്ങനെ നിന്നു. അക്കത്തേക്കൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കാവ്യ ചേച്ചി എനിക്ക് വയ്യ നോമ്പാന്നും പറഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം നമ്മൾ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞ് അത് പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുവന്നു എല്ലാത്തിനെയും കൂടി. എന്നിട്ട് ജഗ് പുകയായിരുന്നു, അവിടെ ഭയങ്കര ഇതായിരുന്നു. ഫ്രൂട്ട്സ് അരിയുന്നു, സമൂസ ഉണ്ടാക്കുന്നു, ജ്യൂസ് അടിക്കുന്നു. ആ പണി അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ചെയ്യും കേട്ടോ. നോമ്പ് തുറക്കാൻ വന്നിട്ട് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്തിട്ടൊക്കെയാണ് അയച്ചു. എല്ലാവർക്കും ഓരോരോ പണി കൊടുത്തു. എല്ലാവരും കൃത്യമായിട്ട് പണിയൊക്കെ ചെയ്തിട്ടോ. സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം സമയം ബാങ്ക് വിളിക്കാനൊക്കെ ആവുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോന്നും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട് സലാഡ് ശരിയാക്കിയില്ല, ഇനി ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇടണം. ഇപ്പോഴേ ഫ്രൂട്ട് സലാഡ് റെഡി ആകത്തുള്ളൂ. അങ്ങനെ അടുക്കളയിൽ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി, നോമ്പ് കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയി. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഞ്ഞി വാങ്ങിക്കാൻ പോയത്. എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും അതുപോലെ ഇത്തിരി ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ വാങ്ങിച്ചു. പിന്നെ തിരിച്ചു വന്നു. പിന്നെ നമുക്ക് ആനുവൽ ഡേ വരെയാണ്, ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ വരെയാണ്, 28-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഏകദേശം ബാങ്ക് വിളിക്കാൻ സമയമായി. പിന്നെ ഞങ്ങൾ എല്ലാ സാധനവും കൂടെ എടുത്ത് മുകളിലേക്ക് പോയി. കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ താഴെ ഇരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഓപ്പൺ ഏരിയയിൽ പോയി. ഈ കാണുന്ന ആരൊക്കെയാണെന്നറിയോ? ഇത്തിരി ഫ്രണ്ട്സും അതുപോലെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ്. ഇവർ ഇഫ്താറിന് വന്നിരിക്കുകയാണ്, നോമ്പുറയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവർ 7-ാം ക്ലാസ്സിലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും 4-ലുമാണ്. അപ്പം അടുത്ത വർഷം ഇവരും പോവുകയാണ്, ഞങ്ങളും പോവുകയാണ് വേറെ വേറെ സ്കൂളിലോട്ട്. ഇത് കാവ്യ ചേച്ചി, ഇത് ജസ്ന ചേച്ചി, ഇത് അനാമിക ചേച്ചി, ഇത് മീര ചേച്ചി, ഇത് അമൃത ചേച്ചി. ഇവർ 5 പേരും ഇത്തിരി ഫ്രണ്ട്സാണ്. ഇനി ഇത് ലക്ഷ്യ, ഇത് തീർത്ഥ, ഇത് ശ്രീനന്ദ, ഇത് 3 പേര് എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് നമ്മുടെ മീര ചേച്ചിയുടെ അനിയനാണ് കേട്ടോ, അഭിമന്യു. അപ്പം എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തിരി ഫ്രണ്ട്സ് എല്ലാവരും സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. പിന്നെ മീര ചേച്ചി പിന്നെയാണ് വന്നത്. പിന്നെ ഇവർ വീട്ടിൽ പോയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാടക വീട്ടിലായിരുന്നപ്പോൾ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം സൗകര്യമൊന്നുമില്ല അങ്ങനെ ഇരുത്തി കഴിക്കാൻ. നമ്മൾ താഴെ പായൊക്കെ വിരിച്ചിട്ടായിരുന്നു അന്ന് കഴിച്ചത്. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല എല്ലാവർക്കും. നമുക്ക് പുതിയ വീട് പണിയുമ്പം എല്ലാവർക്കും വിശാലമായിട്ട് ഇരിക്കാൻ സ്ഥലം കൊടുക്കും. അപ്പോൾ ഇന്ന് നമുക്ക് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പം പുതിയ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാം. അടിപൊളിയാക്കണ്ടേ? പുതിയ വീട്ടിൽ വന്നിട്ട് എന്താണ് നിങ്ങളുടെ ഫീലിങ്?
വീട് ഇഷ്ടപ്പെട്ട് നല്ല സൗകര്യങ്ങളാണ്, നല്ല ആംബിയൻസ്, ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും എല്ലാം നല്ല. പക്ഷെ പഴയ വീട്ടിൽ ആ ഫ്ലെക്സിന്റെ മുമ്പേ ഇരിക്കുന്ന ആ വീഡിയോ അതിന്റെ അത്ര വരത്തില്ല. ഇവർ ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് ടേബിളിൽ ഇരിക്കാൻ പറ്റിയില്ല. ആകെ 5-6 കസേരയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. വാ വാ. സ്ത്രീധനൊക്കെ വെച്ചോ നടക്ക വെച്ചോ. ഇതിപ്പോ കൂടുതലുണ്ടല്ലോ. ഇപ്പൊ ഇരുന്ന് നോമ്പ് തുറക്കുന്നത് ഓപ്പൺ ഏരിയയിലാണ്, ബാൽക്കണിയിലാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് നോമ്പ് തുറക്കാം. പിന്നെ ഒരു റോഡിൽ ഇങ്ങനെ അതെല്ലാം കേൾക്കാം. ഇങ്ങനെ വീട് ഇതാക്കുന്ന എല്ലാം കേട്ടോണ്ട് ഇവിടെ ഇരുന്ന് നോമ്പ് തുറക്കാം. ഇല്ലില്ല, ലക്ഷ്യം എനിക്ക് തീർന്നേ ബസ് മതിയോ? മതിയോ? സാറ് കുറച്ചും കൂടെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ റൂമിൽ ഇരുന്ന് ഫ്രൂട്ട് സലാഡ് കഴിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട് സലാഡ് എങ്ങനെയുണ്ട്? ഫ്രൂട്ട് സലാഡ് കൊള്ളാം, അടിപൊളി അടിപൊളി. കാവ്യ ചേച്ചി സ്കൂളിലേയും കാട്ടിക്കൊള്ളാവോ? സ്കൂളിലേയും കാട്ടിക്കൊള്ളാവോ? ഞങ്ങളുടെ സ്കൂളിൽ ഫ്രൂട്ട് സലാഡ് ഒന്നും അല്ല അത്. എല്ലാവർക്കും ഏതായാലും നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത വർഷം ഇതുപോലെ ഇങ്ങനെ കൂടാൻ പറ്റുമോന്ന് അറിയില്ല. കാരണം ഞങ്ങൾ പലരും പല സ്കൂളിലായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരെ വിളിക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർ വരുന്നുണ്ട്. കണ്ടോ, അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇഫ്താറൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പേരൊക്കെ പോയി. ഇനി കുറച്ച് പേരുണ്ട്, അവരൊക്കെയാണ് 3 പേര് പോകാനുണ്ട്. ഇവരൊക്കെ ഇനി അടുത്ത വർഷം പല സ്കൂളിലായിരിക്കും അല്ലേ? അടുത്ത പ്രാവശ്യം വിളിച്ചാൽ വരുമോ? വരാം, നോക്കാം. 3 പേര് 3 സ്കൂളിലാണല്ലേ? അല്ല, അവര് 2 പേരും ഒരേ സ്കൂളില്, ഞാൻ വേറെ എടുത്തു. ഞാൻ അവരോട്. അപ്പൊ അനാമിക ചേച്ചി വേണ്ട. യാത്ര പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വർഷം വരുവാണെങ്കിൽ നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യം, പോകുന്നതിന് മുമ്പ് ഇത് വാങ്ങിച്ചോണ്ട് പോകണം കേട്ടോ. ചിഗുര. ഇതെന്ത് സംഭവം? ഇത് ഹെയർ ഓയിലാണ്. മുടി കൊഴിച്ചിൽ, താരൻ, അകാരനര ഇതിനൊക്കെ ഒരു പ്രൊഡക്റ്റാണ്. 100% നാച്ചുറലാണ്, കെമിക്കലൊന്നും ചേർത്തിട്ടില്ല. വാങ്ങിച്ചുകൊണ്ട് പോകണം, അല്ലെ ഓർഡർ ചെയ്യാം. നിങ്ങളൊക്കെ വാങ്ങിച്ചോ ഗൈസ്? കുറച്ചൊക്കെ വന്നിട്ടുള്ള ഓർഡർ, ഇനിയും അയച്ചുകൊണ്ടിരിക്കും വരാത്ത. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഇതൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല. അപ്പം നമുക്ക് വലുതായ ഇങ്ങനെ എടുത്ത് നോക്കാം. ഇവളുടെ കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഒരു ചെറിയൊരു സ്റ്റോറി ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.